ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ബേസിക് സ്കിൽസ് ആണ്. ഒരു കുട്ടിക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവൻ്റെ ബേസിക് സ്കിൽസ് എന്തൊക്കെയായിരിക്കണം, എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ കുട്ടികളുടെ ബേസിക് സ്കിൽസിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് നമുക്ക് നിറങ്ങൾ കുട്ടികൾക്ക് തിരിച്ചറിയാനാവണം, ദൃശ്യങ്ങൾ തിരിച്ചറിയാനാവണം. ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അത് ഇന്നതാണ് എന്ന് തിരിച്ചറിയാനുള്ളൊരു കഴിവുണ്ടായിരിക്കണം. ശബ്ദങ്ങൾ തിരിച്ചറിയാൻ പറ്റണം, അത് വിശകലനം ചെയ്യാൻ പറ്റണം, ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റണം. അങ്ങനെയുള്ള കുറേ ബേസിക് സ്കിൽസ് കുട്ടികൾക്ക് ഉണ്ടായിരിക്കണം. എങ്ങനെയാണ് നമ്മളത് രൂപകൽപ്പന ചെയ്തു കൊടുക്കുന്നത്, എങ്ങനെയാണ് കുട്ടികൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നത്, അല്ലെങ്കിൽ കുട്ടികൾക്ക് അതെങ്ങനെയാണ് തിരിച്ചറിയാൻ കഴിയുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നിറങ്ങൾ തിരിച്ചറിയുന്നത്? ഒരു കുട്ടിയുടെ ബേസിക് സ്കില്ല് അതാണ്. പല കളേഴ്സിലുള്ള കാർഡ്സ് കൊടുക്കുന്ന സമയത്ത് ഇത് ഇന്ന നിറങ്ങളാണ് എന്ന് കുട്ടിക്ക് തിരിച്ചറിയണം. അത് പെട്ടെന്നൊരു ദിവസം കുട്ടി തിരിച്ചറിയില്ല. ഒരു കുട്ടിയുടെ ആദ്യത്തെ ടീച്ചർ എന്ന് പറയുന്നത് അമ്മ തന്നെയാണ്, അല്ലെ? അമ്മയിലൂടെയാണ് കുട്ടികൾ പല കാര്യങ്ങളും പഠിക്കുന്നത്. അപ്പോൾ നിറങ്ങളും അതുപോലെ തന്നെയാണ് കുട്ടികൾ പഠിച്ചെടുക്കുന്നത്. അതിനെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നമ്മൾ കൂടുതൽ നിറങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങാനായിട്ട് കുട്ടികളെ സഹായിക്കാം. അതായത് നമ്മളൊരു ആപ്പിൾ എന്ന് പറയുന്ന സമയത്ത് APPLE ഇത് ആപ്പിൾ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൻ്റെ നിറവും കൂടി കാണിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം കുട്ടികൾ, മുന്നേ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടായിരുന്നു, കുട്ടികൾ പലരും പല വിധത്തിലുള്ള കുട്ടികളാണ്, പല രീതിയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണ്. ഓഡിറ്ററി, വിഷണറി ആൻഡ് കിനസ്തറ്റിക് എന്നീ മൊഡാലിറ്റീസ് ഉള്ള കുട്ടികളാണ്. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ഇവർ മനസ്സിലേക്ക് എടുക്കുക എന്നുള്ളത് നമുക്ക് പലപ്പോഴും മനസ്സിലാവില്ല, കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ നമ്മളൊരു കാര്യത്തെക്കുറിച്ച് ആപ്പിൾ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൻ്റെ നിറവും മണവും ഗുണവും എല്ലാം നമ്മൾ കുട്ടിയെ കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. കുറച്ച് ഫ്രൂട്ട്സ് കൊടുത്തിട്ട് മോൻ ഇതിൽ ഏത് ഫ്രൂട്ട്സാണ് ഇഷ്ടം എന്ന് പറയുന്ന സമയത്ത് കുട്ടി ഓറഞ്ചാണ് എടുക്കുന്നതെങ്കിൽ അത് പേര് പറഞ്ഞു കൊടുത്തു, ഓറഞ്ച്. കണ്ടോ ഇതിൻ്റെ കളറൊക്കെ കണ്ടോ, ഇതിൻ്റെ സ്മെല്ലൊന്ന് നോക്കിയേ. ഒന്ന് സ്കിൻ പീൽ ചെയ്തിട്ട് അതിൻ്റെ അല്ലികൾ എടുത്ത് കൊടുക്കുന്ന നോക്കിയാൽ പുളിപ്പ് തോന്നുന്നുണ്ടോ, മധുരം തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ അയ്യോ പറ്റണില്ലേ, പുളിക്കുണ്ടോ മോന് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അതിൻ്റെ അതായത് കിനസ്തറ്റിക് മോഡലായിരിക്കണം കുട്ടിയെ ആദ്യം പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അവനതിൽ നിന്ന് ആവശ്യമുള്ള കാര്യങ്ങൾ സ്വയം മനസ്സിലാക്കി എടുത്തോളൂ. ഓക്കെ, ഇതൊക്കെ നമ്മൾ കൊച്ചിലേ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അല്ലേ. തീരെ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ കണ്ണെവിടെ, മൂക്കെവിടെ, ചെവി എവിടെ എന്നൊക്കെ കുട്ടികളുടെ അടുത്ത് ചോദിക്കൂലേ. അപ്പോൾ ചോദിക്കുന്ന സമയത്താണ് നമ്മളിത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. ആപ്പിള് മണത്ത് നോക്കിപ്പിക്കുക, എന്ത് കാര്യങ്ങളും മണത്ത് നോക്കാനും തൊട്ട് നോക്കാനും ഒക്കെ കൊടുക്കണം. ഒരു കുട്ടി ഒരു ആപ്പിൾ വേണം, അല്ലെങ്കിൽ ഓറഞ്ച് വേണം, മുന്തിരി വേണം എന്ന് പറഞ്ഞാൽ ഉടനെ എടുത്ത് അത് കഴുകി ഉണ്ണിയുടെ കയ്യിൽ കൊടുക്കല്ല വേണ്ടത്. പകരം എന്ത് ചെയ്യണം, അതിനെ തൊട്ടും പീല് ചെയ്തിട്ടും അത് മണപ്പിച്ചിട്ടും ഒക്കെ അവന് കഴിക്കാനായിട്ട്, അത് ആസ്വദിച്ച് കഴിക്കാനുള്ള ഒരു രീതിയിലാണ് അവനെ പഠിപ്പിച്ചെടുക്കേണ്ടത്. അല്ലാതെ കുട്ടികൾ ചോദിച്ച് വാശി പിടിക്കുന്ന സമയത്ത് അതെടുത്ത് കയ്യിൽ കൊടുത്താൽ പിന്നെ വാശി കുറയുമല്ലോ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വരരുത്. കുട്ടികൾക്ക് അറിയണം അതിൻ്റെ ഗുണം എന്താണെന്ന്. അങ്ങനെ പഠിപ്പിച്ചു വരുന്ന കുട്ടികളാണെങ്കിൽ അവർ ലൈഫിൽ സക്സസ് ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് അനുഭവിച്ച് ആസ്വദിച്ച് ചെയ്യിപ്പിച്ചെടുക്കുക, അത് അമ്മമാരുടെ മെടുക്കാണ് കേട്ടോ. കുട്ടികളിൽ എങ്ങനെയാണ് നിറങ്ങൾ പഠിപ്പിച്ചെടുക്കുന്നത് എന്നാണെങ്കിൽ ഇപ്പോൾ കുറേ കാർഡ്സ് കിട്ടും അല്ലേ. അപ്പോൾ ഈ കാർഡ്സൊക്കെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പെട്ടെന്ന് നിറങ്ങൾ പഠിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. ഷേപ്പ് അറിയാനായിട്ട്, ആകൃതി അറിയാനായിട്ട് ഇതുപോലെ തന്നെ കുട്ടികളുടെ അടുത്ത് ഒരു ബോൾ കൊടുത്തു, അല്ലെങ്കിൽ ഒരു സ്ക്വയർ ആയിട്ടുണ്ട് എന്തെങ്കിലും കൊടുത്തു, അങ്ങനെ നമുക്ക് കുട്ടികളെ എടുക്കാം. കുഞ്ഞു ചെപ്പുകൾ ഒക്കെ കൊടുത്തുകൊണ്ട് കുട്ടികളെ കളിപ്പിക്കാനായിട്ട് നമുക്ക് പറ്റും ഇല്ലേ. പിന്നെ കുറേ കാര്യങ്ങളുണ്ട്, കാർഡ്സ് തന്നെ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെ ഷേപ്പ് കാണിച്ചു കൊടുത്തിട്ട് വേണം പഠിപ്പിക്കാനായിട്ട്. ഇത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കൃത്യമായിട്ട് അത് ഇന്ന രീതിയിലാണ് എന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞു തരാൻ പറ്റുന്നുണ്ടോ എന്നുകൂടി നമ്മൾ നോക്കണം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ ശരിയായ രീതിയിൽ അവരുടെ മൈൻഡിലേക്ക് പേശ് ചെയ്യുന്നുണ്ടോ, പിന്നീട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ അടുത്ത് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ പറ്റുന്നുണ്ടോ എന്നുകൂടി നമ്മൾ നോക്കണം. വെറുതെ ചുമ്മാ അങ്ങനെ കുട്ടികളുടെ അടുത്ത് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. നിറങ്ങൾ പഠിപ്പിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ അവരുടെ ഷേപ്പ് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാലും ഒക്കെ കൃത്യമായിട്ട് പിന്നീട് നമ്മൾ ചോദിച്ചു നോക്കണം. ആപ്പിൾ എങ്ങനെയായിരിക്കുന്നത്, ബോൾ എങ്ങനെയായിരിക്കുന്നത്, അതിൻ്റെ നിറം എന്തായിരുന്നു, പാരറ്റ് എങ്ങനെയാണ്, നമ്മളെ വീട്ടിലില്ലേ ഒരു കുഞ്ഞ് തത്തക്കുട്ടി, അതിൻ്റെ കളർ എങ്ങനെയാണ്, അതെങ്ങനെ സംസാരിക്കുന്നത്, അതെങ്ങനെ ഫുഡ് എടുക്കുന്നത്, ഇതൊക്കെ ഇങ്ങനെ ചോദിച്ച് കുട്ടികളുടെ ഭാഷയിൽ നമ്മൾ അവരുടെ അടുത്ത് സംസാരിച്ചുകൊണ്ട് അവരെ സംസാരിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ എന്തായി തീരണം, നമ്മൾ നല്ലൊരു ലിസണറായി തീരണം. കുട്ടികൾ അവർക്ക് പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, അമ്മമാരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, കുട്ടികൾ വെറുതെ ആ
അങ്ങനെയുള്ള റേഡിയോ സൗണ്ട്സ് ആയിരിക്കും അവരെടുക്കുന്നതായിരിക്കാം. അതല്ലാതെ കുട്ടികളെ കൂടുതൽ സംസാരിക്കാനായിട്ട് നമ്മൾ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കണം. ചില കുട്ടികൾ നമ്മുടെ അടുത്ത് പലപ്പോഴും വന്നിട്ട് ഇന്നത് വേണം എന്ന് പറയാതെ അവർ ചൂണ്ടിക്കാണിച്ചു തരും. അപ്പോൾ നമ്മൾ കിച്ചണിൽ നല്ല പണിയിലാണെങ്കിൽ ഇനി ആ കുട്ടികളെ നമ്മളെ എടുത്ത് നിർത്തി വാശി പിടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ച് പെട്ടെന്ന് അത് എടുത്തു കൊടുക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അപ്പോൾ കുട്ടികൾക്ക് നമ്മളെ അടുത്തുള്ള കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞു വരും. അതേസമയം കുട്ടികൾ എന്താണ് വേണ്ടതെന്ന് ചൂണ്ടിക്കാണിക്കുന്ന നേരം അവരുടെ അടുത്ത് ചോദിക്കണം, എന്താ വേണ്ടേ, ഏത് കളറാ അത്. അതിന് കുറച്ച് സമയം നമ്മൾ അമ്മമാർ കുട്ടികളുടെ ഒപ്പം ചിലവഴിച്ചേ മതിയാവുള്ളൂ. ബാക്കി എന്ത് കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടായാലും കുറച്ച് സമയം കുട്ടികൾക്ക് എന്താണ് വേണ്ടത്, കുട്ടികൾക്ക് എന്താണ് നമ്മളോട് പറയാനുള്ളത് എന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കാനായിട്ട് അവരുടെ അടുത്ത് കുറച്ച് സമയം ചിലവഴിച്ചേ മതിയാവുള്ളൂ. നമ്മൾ പറഞ്ഞു കുട്ടികൾക്ക് എങ്ങനെയാണ് പയ്യെ പയ്യെ നിറങ്ങളെക്കുറിച്ചിട്ട്, അതിൻ്റെ സാധ്യതകളെക്കുറിച്ചിട്ട്, ഷേപ്പുകളെ കുറിച്ചിട്ട്, അതുപോലെ തന്നെയാണ് അവർക്ക് മനുഷ്യരൂപമാണ് അത് വരയ്ക്കുക. ഒരു തല, രണ്ട് കൈ, ഉടൽ, രണ്ട് കാല്, ഇതെങ്കിലും അവർക്ക് തിരിച്ചറിയണം. അതായത് മൃഗങ്ങളുടെ ഫോട്ടോയ്ക്കിടയിൽ ഒരു മനുഷ്യൻ്റെ രൂപം വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് മനുഷ്യനാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു കാര്യം കൂടി നമ്മൾ പയ്യെ പയ്യെ അവരെ പഠിപ്പിച്ചു കൊടുക്കണം. എല്ലാം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം കുട്ടികൾക്ക്. ചില കാര്യങ്ങളാണ് അവർ സ്വയം അറിയുന്നത്, ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ പറയില്ലേ, ഒരു കുട്ടി എങ്ങനെയാണ് പഠിച്ചെടുക്കുന്നത്? 25% പാരൻസിൽ നിന്ന്, 25% ടീച്ചേഴ്സിൽ നിന്ന്, 25% ഫ്രണ്ട്സിൽ നിന്ന്, 25% സൊസൈറ്റി അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഈ 3 ഘട്ടങ്ങൾ കഴിഞ്ഞിട്ടാണ്, അതായത് പാരൻസിൽ നിന്ന് കിട്ടുന്ന 25%, ടീച്ചേഴ്സിൽ നിന്ന് കിട്ടുന്ന 25%, ഫ്രണ്ട്സിൽ നിന്ന് കിട്ടുന്ന 25%, ഇത് കഴിഞ്ഞിട്ടാണ് അവർ ഈ സൊസൈറ്റിയിലേക്ക് ഇറങ്ങുന്നത്. 25% മാത്രമേ സൊസൈറ്റിക്ക് ഇവർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ തന്നെ നോക്കി നടത്തേണ്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതി കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാവുന്നതും ഹൃദ്യവുമായിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പൂച്ചയെയും പട്ടിയെയും അതുപോലെ തന്നെ മനുഷ്യനെയും വരച്ചു കൊടുത്താൽ അവർക്ക് ഇന്നതാണ് എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലായിരിക്കണം അവർക്ക് മനസ്സിലാക്കി നമ്മൾ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഞാൻ മുന്നേ പറഞ്ഞു, കണ്ണ്, മൂക്ക്, ചെവി, ഇതൊക്കെ നമ്മൾ കൊച്ചിലെ അല്ലേ പഠിപ്പിച്ചെടുക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് കുട്ടികൾക്ക് ബോളോ കാര്യങ്ങളോ കൊടുത്തു കഴിഞ്ഞാൽ, എറിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിടിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായി നോക്കണം. നിറങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവന് മനസ്സിലാവുന്നുണ്ടോ, നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം അവന് ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റുന്നുണ്ടോ, എറിഞ്ഞു കൊടുക്കുന്ന സാധനം അവന് കൃത്യമായിട്ട് പിടിക്കാനായിട്ട് പറ്റുന്നുണ്ടോ, നമ്മൾ വരപ്പിച്ച് നോക്കണം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചില കുട്ടികൾക്ക് നന്നായിട്ട് വരയ്ക്കാനുള്ള കഴിവുണ്ടായിരിക്കും, ചില കുട്ടികൾക്ക് വരയ്ക്കാനുള്ള കഴിവുണ്ടായിരിക്കില്ല. അപ്പോൾ വരയ്ക്കാനുള്ള കഴിവുണ്ടോ ഇല്ലയോ, അത് നന്നായിട്ട് വരയ്ക്കുന്നുണ്ടോ എന്നൊന്നും നോക്കാനല്ല, നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ, നമ്മളെ വിരലുകൾ സൂക്ഷ്മമായിട്ട് ചലിപ്പിക്കാൻ അവർക്ക് പറ്റുന്നുണ്ടോ, നമ്മൾ കൈ പിടിച്ച് എഴുതിപ്പിക്കുമ്പോൾ അതേ ഫ്ലെക്സിബിലിറ്റിയോട് കൂടിയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇതൊക്കെ നോക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യിപ്പിച്ചെടുക്കുന്നത്. അതുപോലെ അവർ സംസാരിക്കുന്നതിൻ്റെ ഫ്ലൂവൻസി, അവർ നന്നായിട്ട് ഇങ്ങനെ ഇടതടവില്ലാതെ ഇങ്ങനെ സംസാരിച്ച് പോകുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. അവരെങ്ങനെയാണ് സംസാരിക്കുന്നത്, സ്ഫുടതയോടെ സംസാരിക്കുന്നുണ്ടോ എന്ന് കൂടി നോക്കണം. ചില കുട്ടികളുണ്ട് കാക്കി പകരം താ പറയുന്ന കുട്ടികൾ, ടാ എന്ന് പറയില്ല, താന്നായിരിക്കും പറയുന്നവ, കാക്കിക്ക് പകരം താത്താന്ന് പറയുന്നുണ്ടായിരിക്കും. കുറച്ച് കഴിഞ്ഞാൽ കുട്ടികൾ അതൊക്കെ ശരിയാവും. കുട്ടികളുടെ അടുത്ത് ബാത്റൂമിൽ പോകണം എന്ന് പറയുന്നതിന് പകരം നമ്മൾ എപ്പോഴും ചീച്ചു മുള്ളണോ, നമ്മൾ പറയുന്ന വാക്കുകളാണ് കുട്ടികൾ പറയുന്നത്. അല്ലാണ്ട് കുട്ടികൾ അവർക്ക് ഇഷ്ടമുള്ള വാക്കുകളൊന്നും ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നില്ല. നമ്മളിൽ ആരെങ്കിലും സംസാരിക്കുന്ന ആ ഒരു രീതി ആ കുട്ടി ഏറ്റെടുക്കുകയാണ്. പക്ഷെ കുട്ടികൾ സംസാരിക്കണമെന്ന്, അല്ലെങ്കിൽ നമ്മൾ കൊച്ചിലെ സംസാരിച്ച ആ രീതിയിലേക്കാണ് നമ്മൾ കുട്ടികളെ കൊണ്ടുപോകണത്. ഉവ്വാവ് ഉണ്ണുവന്നോ, മാമു കഴിക്കണോ, കോക്ക് വരുണ്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളാണ് ഈ കുട്ടികളെ ഈ വേർഡ്സൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടാക്കുന്നത്. അപ്പോൾ കുട്ടികളോട് സംസാരിക്കുമ്പോൾ കൊഞ്ചി നമ്മൾ സംസാരിക്കാൻ നിൽക്കേണ്ട, നമ്മൾ ഒരു മയത്തി സംസാരിക്കുക, ഒരു വാത്സല്യത്തോടെ സംസാരിക്കുക. അല്ലാതെ ഈ ചീച്ചി, മാമു, ഉവാവു എന്നൊന്നും വേർഡ്സ് ഇന്നത്തെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. നമ്മളൊക്കെ അത് പഠിച്ച് വളർന്നവരാണ്. എങ്കിൽ പോലും നമ്മുടെ മക്കളുടെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ കൃത്യമായിട്ട് പറയേണ്ട വാക്കുകൾ സൗമ്യതയോടെ, സ്നേഹത്തോടെ, വാത്സല്യത്തോടെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി അതേ വാക്കുകൾ പറയാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. ഒരു കുട്ടിയുടെ അടുത്ത് നമ്മൾ പിന്നെയും കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അതായത് അവൻ്റെ പേര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനത് പറയാൻ പറ്റുന്നുണ്ടോ, അവൻ്റെ വീട് എവിടെയാണെന്ന് പറയാൻ പറ്റുന്നുണ്ടോ, അവൻ്റെ പാരൻസിനെ കുറിച്ച് ഒരു ഐഡിയ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്നും നമ്മൾ കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഇതൊക്കെ നമ്മൾ തന്നെ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യങ്ങളാണ്.
കാരണം കുട്ടിയുടെ അടുത്ത് ആരെങ്കിലും വീട് എവിടെയാണ് അല്ലെങ്കിൽ പാരൻസിനെ കുറിച്ചൊന്ന് പറയുമോ എന്ന് പറയുമ്പോൾ ബബബ അടിച്ച് നിൽക്കാനുള്ള ഒരു സാഹചര്യം നമ്മളായിട്ട് ഒരുക്കി കൊടുക്കരുത്. നമ്മൾ കുട്ടികളെ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവേണം വളർത്തിയെടുക്കാനായിട്ട്. കുട്ടികൾക്ക് ഒരു 5 വയസ്സാകുമ്പോൾ തൊട്ട് കുട്ടികൾ അക്ഷരങ്ങളും അക്കങ്ങളും പഠിച്ചു തുടങ്ങും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എണ്ണങ്ങളും പഠിക്കും. എത്ര ഫിംഗേഴ്സ് ഉണ്ട്, എത്ര ഐസ് ഉണ്ട്, നമ്പേഴ്സും കുട്ടികൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പഠിപ്പിച്ചു നോക്കും. ഇതൊക്കെ നമ്മൾ കുട്ടികളുടെ വീട്ടിൽ തന്നെ ശ്രദ്ധിക്കാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നമുക്ക് പാരൻസിന് കുട്ടികളെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. നമ്മളിതൊന്നും ചെയ്യൂല, കുട്ടീനെ പ്രീ സ്കൂളിൽ കൊണ്ടാക്കി കഴിഞ്ഞാൽ ഓക്കെ അവരൊക്കെ നോക്കിക്കോളും എന്നുണ്ട മട്ടി വിട്ട് കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് കുട്ടികളുടെ യഥാർത്ഥ സ്ഥിതി അറിയാതെ പോകും. പിന്നെ പലപ്പോഴും നമ്മളെ മക്കളെ കുറിച്ച് അറിയുന്നത് ടീച്ചേഴ്സ് പറഞ്ഞിട്ടാവും. അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ അറിഞ്ഞും കൊണ്ട് നീങ്ങരുത് എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ സ്കൂളിൽ പോകുന്നതിന് മുൻപേ തന്നെ കുട്ടികളെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.